ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഒരു മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റൊരു ജാവാസ്ക്രിപ്റ്റ് ഫയലിലോട്ട് അത് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോ പഠിക്കുന്നത്. നമുക്കിവിടെ മൈ മോഡ്യൂൾ എന്ന് പറഞ്ഞൊരു JS ഫയലുണ്ട്. അതിനകത്ത് നമുക്ക് മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഈ മൈ മോഡ്യൂളിനകത്ത് നമുക്ക് മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ മോഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട് എന്ന് പറയുക. എക്സ്പോർട്ട്സ് ഈക്വൽ കർലി ബ്രാക്കറ്റിനകത്ത് പറയുക. അതിനുശേഷം നമുക്ക് വേരിയബിൾസ് ഇങ്ങനെ പറയാം. ഇവിടെ ഞാൻ നെയിം പറയുന്നു, ഞാൻ അജിത് കുമാർ എന്ന് പറയുന്നു. നമുക്കിനി ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പറ്റും ഈ നെയിം പ്രിൻ്റ് ചെയ്യാൻ. നമുക്കിവിടെ ഗെറ്റ് നെയിം എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ഇവിടെ പറയുന്നു. ഇവിടെ ഇങ്ങനെയാണ് പറയേണ്ടത്. ഇവിടെ ഫങ്ഷൻ അത് റിട്ടേൺ പറയുക. ഇവിടെ റിട്ടേൺ ദിസ് ഡോട്ട് നെയിം എന്ന് പറയുക. ഇനി നമുക്കിവിടെ ഇതിപ്പോൾ മൊഡ്യൂൾ എക്സ്പോർട്ടായി ഒരു നെയിം ഉണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ഡോട്ട് JS ഇട്ടിട്ട് വരാം. ഇവിടെ നമുക്കത് യൂസ് ചെയ്യാം. ഉപയോഗിക്കേണ്ട ഏത് JS ഫയലാണ് അവിടെ നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ കോൺസ്റ്റ്, ഇവിടെ MD എന്ന് പറയുന്നു മോഡ്യൂളിന്. ഇവിടെ റിക്വയർ പറയുക, പാത്ത് പറഞ്ഞു കൊടുക്കുക /my മോഡ്യൂൾ. ലിസ്റ്റ് നമുക്ക് കിട്ടും, അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മോഡ്യൂൾ ടെസ്റ്റ് JSലോട്ട് ഇമ്പോർട്ട് ചെയ്തു. MD എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനകത്ത് മൈ മോഡ്യൂൾ പറഞ്ഞിരിക്കുന്ന എല്ലാം ഉണ്ട്. നമുക്ക് ഒന്ന് പ്രിൻ്റ് ചെയ്യാം. അതിനായിട്ട് കൺസോൾ ഡോട്ട് ലോഗ് MD ഡോട്ട്. ഇപ്പോൾ ഡോട്ട് ഇടുമ്പോൾ കാണാമല്ലോ, പ്രോപ്പർട്ടി ഉണ്ട്, മെത്തേഡും ഉണ്ട്. നമുക്ക് ഈ മെത്തേഡ് ഒന്ന് കോൾ ചെയ്യാം. ഇതൊന്ന് റൺ ചെയ്യാം. കണ്ടല്ലോ, അജിത് കുമാർ എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്.